മൂന്നാമത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വഅക്ലുർ റിബാ വശറബൽ ഖുമൂർ വശുരിബത്തുൽ ഖുമൂർ. നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട വിഷയത്തിലേക്ക് മാത്രമാണ് ഞാൻ ഊന്നൽ നൽകുന്നത്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് വൻപാപങ്ങളാണ് ഖിയാമത്തിന്റെ അടയാളം കൂടിയാണ് വശുരിബത്തുൽ ഖുമൂർ. മദ്യം കുടിക്കൽ നമ്മുടെ മക്കളെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മദ്യത്തിന് അടിമകളാണ്. എന്താപ്പാ ഇതുകൊണ്ടുള്ള ഗുണം എന്താ? ഖബറിൽ വല്ലാത്ത ശിക്ഷ. ഒരു സംഭവം മാത്രം ആ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. ബഹുമാനപ്പെട്ട ഹുക്കമാക്കൾ, ഉലമാക്കൾ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ താരീഖുകൾ പരിശോധിക്കുമ്പോൾ അതിൽ കാണാവുന്ന ഒരു സത്യമാണ് മാതലി വലതുൻ സഗീർ. എനിക്കൊരു കുഞ്ഞുമോനുണ്ടായിരുന്നു, എനിക്കൊരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി മരിച്ചു പോയപ്പോ ഫദഫൻതുഹു, അവനെ ഞാൻ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കി. ഫലമ്മാറായിതുഹു ബഅദ മൗതിഹി, അവന്റെ മരണത്തിന് ശേഷം അവനെ കബറടക്കിയതിനു ശേഷം അവനെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. ആ കുട്ടിയുടെ തലമുടിയെല്ലാം നരച്ചിരിക്കുകയാണ്. കറുത്ത് കരിവാളിച്ച മുടിയായിരുന്നു, കറുത്ത് ഇരുണ്ട മുടിയായിരുന്നു. ആ കുട്ടിയുടെ തലമുടി ഞാൻ ഇതാ സ്വപ്നത്തിൽ കാണുമ്പോ നരച്ചുപോയി നരബാധിച്ചു പോയി. ഞാൻ സ്വപ്നത്തിൽ കിടന്നുകൊണ്ട് എന്റെ കുഞ്ഞിനോട് ഞാൻ ചോദിക്കുകയാ, മാലീ, എനിക്ക് വന്ന നാശമേ എന്റെ മക്കളെ, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ദഫൻതുക വഅൻത സഗീർ ഫമാ ശയ്യബക, എന്റെ പൊന്നുമകനെ നിന്റെ മയ്യത്ത് കൊണ്ട് ഞാൻ പള്ളിക്കാട്ടിൽ അടക്കുമ്പോ നീ സഗീറായിരുന്നു, കുഞ്ഞുകുട്ടിയായിരുന്നു, നിന്റെ തലമുടി കറുത്തിരുണ്ടതായിരുന്നില്ലേ? മമാ ശയ്യബക, നിന്നെ നരബാധിച്ചത്, നിന്റെ തലയിൽ നരബാധിപ്പിച്ചു കളഞ്ഞത് ഏത് വസ്തുവാണ് മകനെ? ബഹുമാനപ്പെട്ട മഹാനവറുകൾ തന്റെ മകനോട് മുനാജാത്തിലൂടെ ചോദിക്കുമ്പോ ആ മകന്റെ മറുപടി എന്തെന്ന് പറയട്ടെയോ? ഈ പ്രഭാഷണം കേൾക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണേ. ബഹുമാനപ്പെട്ട മഹാന്മാരുടെ സംഭവം കളിയല്ല, അത് തമാശയായി നിങ്ങൾ തള്ളിക്കളയരുതേ. ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ മകൻ അതാ ഖബറിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, യാ ബത്തി, എന്റെ ഉപ്പ, ദുഫിന ഇലാ ജാനിബി റജുലുൻ മിമ്മൻ കാന ശരിബൽ ഖംറ ഫസഫറ മിമ്മൻ കാന ശരിബൽ ഖംറ. ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ മകൻ പറയുകയാണ്, എന്റെ കബറിന്റെ ഓരത്ത് ഒരു മദ്യപാനിയുടെ മയ്യത്ത് കൊണ്ടുവരികയായിരുന്നു. ആ മദ്യപാനിയുടെ മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഫസഫറത് ജഹന്നമു ബിഖുദൂമിഹാ, ആ മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആ ഖബർ കിടുകിടാ വിറയ്ക്കുകയാണ്, പ്രകമ്പനം കൊള്ളുകയാണ്, ക്ഷോഭിക്കുകയാണ്. ആ ഖബർ പൊട്ടിത്തെറിക്കുകയാണ്, നരകത്തിന്റെ തീ കൊണ്ട് നിറയുകയാണ്. ഉപ്പാ ലം യബ്ഖ തിഫ്ലുൻ ഇല്ലാ ശബറസുഹു. ഈ മക്ബറയുടെ മണ്ണിൽ ഈ മയ്യത്തടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ശ്മശാനത്തിൽ ഒരു കുഞ്ഞുകുട്ടി പോലുമില്ല ഉമ്മ. ഉപ്പാ ആ മദ്യപാനിയുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവന്നപ്പോ ആ ഖബറിന്റെ പ്രകമ്പനത്താൽ, ആ നരകത്തിന്റെ പ്രകമ്പനത്താൽ ഈ ഖബറാളികളുടെ മുഴുവൻ തലമുടിയും നരച്ചുപോയി. ഉപ്പാ അതിന്റെ കാരണം എന്താണ്? റജുലുൻ മിമ്മൻ കാന ശരിബൽ ഖംർ. മദ്യപിച്ച ഒരുവന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് അടക്കാൻ കൊണ്ടുവന്നപ്പോൾ ഫസഫറത് ജഹന്നം ബിഖുദൂമിഹാ, മദ്യപിച്ചു, കള്ളു കുടിച്ചതിന്റെ പേരിൽ ആ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവച്ചപ്പോ തന്നെ കിടുകിടാ വെറുക്കാൻ തുടങ്ങി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അള്ളാന്റെ റസൂല് വെറുതെയാണോ പറഞ്ഞത്? നിങ്ങളുടെ മയ്യത്തടക്കുമ്പോ ജന്നിബൂഹു ജാ റസൂൽ,
അഹങ്കാരികളുടെ, നമസ്കാരമില്ലാത്തവന്റെ, മദ്യപാനിയുടെ, വ്യഭിചാരിയുടെ, പലിശക്കാരന്റെ, ലോട്ടറി കച്ചവടക്കാരന്റെ, അതല്ലെങ്കിൽ ആ ലോട്ടറിയിലൂടെ തന്റെ ജീവിതം നയിച്ചു പോകുന്നവന്റെ മയ്യത്തടക്കിയിരിക്കുന്ന ഖബറിന്റെ ഭാഗത്ത് നിങ്ങളുടെ സഹോദരങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോയി അടക്കരുതേ. ആ ഖബറിൽ ഇറങ്ങുന്ന ശിക്ഷ, അതിന്റെ പ്രകമ്പനം ഈ ഖബറാളികൾക്കും ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് റജുലുൻ മിമ്മൻ കാന ശരിബൽ ഖംറ, മദ്യപിച്ചതിന്റെ പേരിൽ, മദ്യം കുടിച്ചതിന്റെ പേരിൽ അവന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ഖബർ കിടുകിടാ വിറച്ചു പോയത്. ആ ഖബറിൽ വലിയ ശിക്ഷയായിരിക്കും. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ വീണ്ടും പറയുകയാണ്, മൻ മാത മുദ്മിനൽ ഖംറി കഅബിദില്ലാത വൽ ഉസ്സാ. ആരൊരാള് മദ്യപിച്ച് മരിച്ചു പോകുന്നുവോ, കഅബിദില്ലാത വൽ ഉസ്സാ, ലാത്തയെയും ഉസ്സയെയും ആരാധിച്ച് ചത്തുപോയവനെ പോലെയാ. മക്ക മുശ്രിക്കീങ്ങൾ ആരാധിച്ചിരുന്ന ബിംബങ്ങളല്ലയോ, മുസ്ലിമീങ്ങളുടെ ആരാധ്യ വസ്തുക്കളല്ല, അത് വിഗ്രഹങ്ങളാണ്. ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവൻ മുശ്രിക്കാണ്. അവൻ മുശ്രിക്കായി മരിച്ചുപോയാൽ അവന് നരകമല്ലാതെ മറ്റേ പ്രതിഫലമൊന്നുമില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. ഈ പ്രഭാഷണം കേൾക്കുന്നവരെ, സമർക്കന്ദി റഹ്മത്തുള്ളാഹിയുടെ ഓരത്ത് താമസിക്കുമ്പോ ഈ പ്രഭാഷണം നിങ്ങൾക്കൊരു വഴിത്തിരിവാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ നാവിൽ നിന്ന് ഉതിർന്നു വീണ മണിമുത്തുകളാണ്. മൻമാത മുദ്മിനൽ ഖംർ, ആരൊരാള് മദ്യപിച്ചിട്ട് മരിച്ചു പോകുന്നുവോ, ആരൊരാള് മദ്യപിച്ച് 40 ദിവസത്തിനുള്ളിൽ തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ മരിച്ചു പോകുന്നുവോ, കഅബിദില്ലാത വൽ ഉസ്സാ, ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവനെ പോലെയാണ്. മാത്രമല്ല സഹാബാക്കൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, അറഅയ്ത യാ റസൂലല്ലാഹ് മുദ്മിനൽ ഖംറ ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. നബിയേ, ഈ മദ്യപിച്ച് മരിച്ചു പോകുന്നവൻ ലാത്തയെയും ഉസ്സയെയും പോലെയാണെന്ന് പറയുന്നുവല്ലോ, അത് മുഴുക്കുടിയന്മാരെ കുറിച്ചല്ലയോ നബിയേ, അത് സ്ഥിരമായി മദ്യപിക്കുന്നവരെ കുറിച്ചല്ലയോ നബിയേ. ആഴ്ചയിലോ ആണ്ടിലോ മാസത്തിലോ ഒരു കമ്പനിക്കോ വല്ല വിനോദസഞ്ചാര കേന്ദ്രത്തിലോ വിവാഹ സദ്യയിലോ വിദേശത്ത് പോകുമ്പോഴോ യാത്രാമധ്യയിലോ മദ്യപിക്കുന്നവരെ കുറിച്ചാണോ നബിയേ? ബഹുമാനപ്പെട്ട സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ വലാകിൻ യശ്റബുഹാ ഹീന വജദഹാ വലൗ ബഅദ സിനീൻ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇല്ല സഹാബാ, അല്ല സഹാബാ, ആരെങ്കിലും ഒരാൾ അവന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും ആകട്ടെ അവൻ മദ്യപിച്ച് 40 ദിവസത്തിനുള്ളിലാണ് അവൻ മരിച്ചു പോകുന്നതെങ്കിൽ അവനും ഇതേ പട്ടികയിൽ തന്നെയായിരിക്കും നാളെ ആഖിറത്തിൽ വരികയെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 40 ദിവസത്തുള്ളിൽ തൗബ ചെയ്തോ, 40 ദിവസത്തുള്ളിൽ വെള്ളമടിച്ചിട്ട് ഷാപ്പി കിടന്ന് അവന്റെ മയ്യത്ത് പോലും നിസ്കരിക്കരുതെന്ന ഹദീത്ത്. പിന്നെ അങ്ങോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല, അതൊക്കെ വൻഭാവമാണ്, സൂക്ഷിച്ചോടി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വെള്ളം അടിക്കാൻ നിൽക്കണ്ട, അടിച്ചവരൊക്കെ പെട്ടെന്ന് തൗബ ചെയ്തു. തൗബ എല്ലാത്തിനും പരിഹാരമാണ് ഇൻഷാ അല്ലാഹ്. നമ്മളൊക്കെ മനസ്സിലാക്കി ചിലപ്പോൾ ചെയ്തു പോകും, തെറ്റുകളില്ലേ, പ്രശ്നമില്ല. പെട്ടെന്ന് തൗബ ചെയ്തു, വളരെ പെട്ടെന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതല്ലാതെ മരിച്ചു പോയാൽ നാളെ ആഖിറത്തിൽ നഷ്ടമാണ്. ലാത്തയെയും ഉസ്സയെയും പോലെ മാത്രമല്ല, വഇന്ന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമ മുസ്വദ്ദൻ വജ്ഹുഹു മുദ്ലിഅൽ ലിസാനുഹു അലാ സദ്രിഹി യസീലു ലുആബുഹു. ആദരവായ
റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആരൊരാൾ മദ്യപിച്ച് മരിച്ചു പോകുന്നുവോ വഇന്ന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ വരുന്നത് എങ്ങനെയെന്ന് പറയട്ടെയോ, മുസ്വദ്ദൻ വജ്ഹുഹു, അവന്റെ മുഖം കറുത്ത കരുവാളിച്ചിരിക്കുമത്രേ, കറുത്ത വിരൂപമായിരിക്കുമത്രേ. മുസ്വദ്ദൻ വജ്ഹുഹു മുദ്ലിഅൽ ലിസാനുഹു അലാ സദ്രിഹി, അവന്റെ വായിൽ നിന്ന് പേപ്പട്ടിയെ പോലെ പേപിടിച്ച നായുടെ നാവ് ഇറങ്ങിക്കിടക്കുന്നത് പോലെ അവന്റെ വായിൽ നിന്ന് നാവ് അവന്റെ നെഞ്ചിലേക്ക് ഇറങ്ങിക്കിടക്കുമത്രേ. യസീലു ലുആബുഹു, അവന്റെ നാവിന്റെ ഇരുഓരങ്ങളിലൂടെ, ഇരുഭാഗങ്ങളിലൂടെ, ഇരു പാർശ്വങ്ങളിലൂടെ, സൈഡിലൂടെ വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്ന് മഹ്ശറിൽ നിൽക്കുന്നവരെല്ലാം ഇങ്ങനെ ഇങ്ങനെ വരുന്ന ചങ്ങാതിമാരെ കണ്ടിട്ട് ജനങ്ങൾ പറയും, യഅരിഫുഹു അന്നഹു ശാരിബു ഖംർ, ഇവൻ കള്ളുകുടിയനായിരുന്നു, ഇവൻ മദ്യപാനിയായിരുന്നു, ഇവൻ മദ്യപാനി. ആര് പറയും? അന്ന് മഹ്ശറിൽ നിൽക്കുന്നവർ പോലും ഇവനെ കണ്ടിട്ട് പറയും, ശാരിബു ഖംർ, അന്നഹു ശാരിബു ഖംർ, ഇവൻ മദ്യപാനിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ഹദീസൂടെ എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്ത, എനിക്ക് ഓരോന്നോരോന്ന് ഓർമ്മ വരുന്നോണ്ട് പറഞ്ഞു പോണ. മൻ കാന ഫീ സദ്രിഹി ആയത്തും മിൻ കിതാബില്ലാഹ്. മുസ്ലിങ്ങളാണല്ലോ കുടിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. മുസ്ലിങ്ങളല്ലേ കുടിക്കുന്നത്. ഈ മദ്യപിക്കുന്നവൻ എന്തായാലും ഒരു ഫാത്തിഹ എങ്കിലും കാണാ പാഠമില്ലാത്തവൻ ഒരിക്കലും കാണുകയില്ല. കാന ഫീ സദ്രിഹി ആയത്തും മിൻ കിതാബില്ലാഹ്, ആരുടെയെങ്കിലും ഹൃദയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിന്റെ കഷണമെങ്കിലും ഉണ്ടായിരിക്കെ, വസുബ്ബ അലൈഹിൽ ഖംറു, ആ ശരീരത്തിലൂടെ അവൻ മദ്യം ഒഴിച്ചാൽ, ആ വായിലൂടെ, ഖുർആൻ പഠിച്ച നാവിലൂടെ, ഖുർആൻ കാണാപ്പാടം ഒളിപ്പിച്ചു വെച്ച ആ ഹൃദയത്തിലൂടെ മദ്യം ഒഴിച്ചാൽ, ജാഅ യൗമൽ ഖിയാമ കുല്ലു ഹർഫിൻ മിൻ തിൽക്കൽ ആയ, പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളുടെ അക്ഷരമാലകളും ഇവന്റെ ഖിയാമത്ത് നാളിൽ ഇവന്റെ അരികിലേക്ക് കടന്നു വന്ന് ഫയഖുദു ബിനാസിയതിഹി, അവന്റെ തലയുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് ഫയുഖിഫുഹു ബൈന യദൈല്ലാഹി അസ്സ വജല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമത്രേ. ഫയുഖാസമഹു അലൈഹി, അവനെതിരെ വാദപ്രതിവാദം നടത്തും. ഫൽവൈൽ ഫൽവൈൽ ലിമൻ ഖാസമഹുൽ ഖുർആൻ, ആരൊരാൾക്കെതിരെ ഖുർആൻ വാദപ്രതിവാദം നടത്തിയോ, ആരൊരാൾക്കെതിരെ ഖുർആൻ എതിർ സാക്ഷി പറഞ്ഞുവോ, ആരൊരാൾക്കെതിരെ ഖുർആൻ നാളെ സാക്ഷ്യം വഹിച്ചുവോ, അവർ നശിച്ചത് തന്നെ, അവർ നശിച്ചത് തന്നെ, അവർ തകർന്നത് തന്നെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ഒരായത്ത് ഷാഫി മദ്ഹബ് അനുസരിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതൊരായത്താണ്. അതറിയാത്തത് ആരും കാണുകയില്ലല്ലോ. ചില ആളുകൾ വെള്ളം അടിക്കുമ്പോൾ ഒഴിച്ചിട്ട് പൊട്ടിച്ചു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതബോടുകൂടി കുടിക്കുന്നവരുണ്ട്, ഇരുന്നിട്ട് കുടിക്കുന്നവരുണ്ട്. ഉസ്താദ് നോക്കണ്ട, അങ്ങനെയൊക്കെ ഉണ്ട് സംഭവം. ഇതെല്ലാം ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നാണല്ലേ. പിന്നെ എല്ലാത്തിലും അതബോട് കൂടി അവർ കുടിക്കുള്ളൂ, അതബോട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആ ഒരു ആയത്തെങ്കിലും ഓർമ്മയുള്ള ഏതെങ്കിലും മുസ്ലിമേ, നീ ആ പരിശുദ്ധമായ ആയത്തിലേക്ക് നീ മദ്യം ഒഴിച്ചാൽ, ഖിയാമത്ത് നാളിൽ ആ മദ്യം കടന്നു വന്നുകൊണ്ട്, ആ ആയത്ത് കടന്നു വന്നുകൊണ്ട് ഇവന്റെ തലയിൽ പിടിച്ചിട്ട് ആ റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുപോയി, അല്ലാഹുവേ നിന്റെ ആയത്തിനെ മലീമസമാക്കിയവനാണ്, വൃത്തികേടാക്കിയവനാണ്, അതുകൊണ്ട് ഇവനെ നീ നരകത്തിലേക്ക് വലിച്ചെറിയണമേ അല്ലാ. പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് വരെ കുടിച്ച ചെറുപ്പക്കാരാ, ഖിയാമത്തിന്റെ അടയാളമാ, അല്ലാഹുവിന്റെ റഹ്മത്ത് തകർന്നു പോകും, നഷ്ടപ്പെട്ടു പോകും, ആഖിബത്ത് മോശമായി പോകും, ദുആ സ്വീകരിക്കുകയില്ല. ഒരൊറ്റ ഹദീസ് കൂടെ ഓർമ്മയിൽ വന്നതുകൊണ്ട് പറയുകയാ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖംറ ബില്ലൈൽ ലല്ല ബാത മുശ്രികാ,
ആരെങ്കിലും സന്ധ്യാസമയത്ത് മദ്യപിച്ചിട്ടാണ് വീട്ടിൽ വന്നുറങ്ങുന്നതെങ്കിൽ സഹോദരിമാരെ ആ ഭർത്താക്കന്മാര് നിങ്ങളുടെ കിടക്കയിൽ അവർ കിടക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ബാത മുശ്രികാ, അവര് രാത്രി കഴിയുന്നത് മുശ്രിക്കായിട്ടായിരിക്കും, മുസ്ലിമായിട്ട് ഉറങ്ങുകയേ ഇല്ല. വമൻ ശരിബൽ ഖംറ മുസ്ബിഹ വമൻ ശരിബൽ ഖംറ ബിന്നഹാർ, ആരെങ്കിലും പകലിന്റെ സമയത്ത് മദ്യം കുടിച്ചാൽ അസ്ബഹ മുശ്രിക്കാ, ആ പകലിന്റെ സമയം മുഴുവനും അവൻ മുശ്രിക്കാണ്, അവൻ മുസ്ലിമേ അല്ല. ആ മദ്യപിച്ച അവസ്ഥയിൽ ഹൈവേ റോഡിലൂടെ നടന്നു പോകുമ്പോ വാഹനമെങ്ങാനും തട്ടിക്കിട്ടവൻ മരിച്ചു പോയാൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ഫഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്. അല്ലാഹു നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പാതിരാ സമയത്ത് കുടിച്ചു കൂത്താടി വരുന്ന മക്കളെ നിങ്ങളുടെ മുറികളിലേക്ക് പ്രവേശിപ്പിക്കരുത്. സഹോദരിമാരെ, ആ സഹോദരനെങ്ങാണ് രാത്രി മരിച്ചു പോയാൽ അവൻ കാഫിറായിട്ടാണ് മരിച്ചു പോവുക എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ മദ്യപാനം വൻപാപമാ. ആ മദ്യപാനത്തിൽ നിന്ന് ഒഴിവാകണമേ. ലം യുഖ്ബൽ മിൻഹു സ്വലാത്തുൻ സർഫുൻ വലാ അദ്ലുൻ, മദ്യപിച്ചവന്റെ ശരീരത്തിൽ 40 ദിവസക്കാലത്തോളം അവന്റെ ദുആ സ്വീകരിക്കൂല, അവന്റെ സുന്നത്ത് സ്വീകരിക്കൂല, അവന്റെ ഫർള് സ്വീകരിക്കൂല, അവന്റെ ഖുർആൻ ഓത്ത് സ്വീകരിക്കൂല, അവന്റെ സദഖ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് മദ്യത്തിന്റെ അംശം അവന്റെ ആമാശയത്തിൽ ഒതുക്കി വെച്ചവർ 40 ദിവസത്തിനുള്ളിൽ പശ്ചാത്തപിച്ചു മടങ്ങണേ.